കാവേരി ജല നിയന്ത്രണ സമിതിയുടെ ഉത്തരവിനെതിരെ ബന്ദ് പ്രഖ്യാപിച്ച കന്നഡ സംഘടനകൾ ഓഗസ്റ്റ് 13-ന് ബന്ദ് നടത്തും. കാവേരി നദിയിലെ വെള്ളം വേണ്ടെന്ന് പറയാതെ ബംഗളൂരുവിലേക്ക് വരാൻ സമ്മതിക്കില്ലെന്നും വിജയെ വിമാനത്താവളത്തിൽ തടയുമെന്നും മുന്നറിയിപ്പ്. അതേസമയം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ DK ശിവകുമാർ വിജയുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ വേണ്ടെന്ന് തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. ഓഗസ്റ്റ് 13-ന് സംസ്ഥാന വ്യാപകമായി കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്തു. കാവേരി നദീജല തർക്കത്തെ തുടർന്നാണ് കന്നഡ അനുകൂല സംഘടനകൾ ഇത്തരത്തിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ബന്ദ്. തമിഴ്നാടിന് ജലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കാവേരി ജലനിയന്ത്രണ സമിതിയുടെ ഉത്തരവിനെതിരെ കർണാടകം കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റിയിൽ നൽകിയ അപ്പീൽ തള്ളിയിരുന്നു. ഇതോടെ തമിഴ്നാടിന് ജലം വിട്ടുകൊടുക്കാൻ കർണാടകം നിർബന്ധിതരായിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ് പ്രഖ്യാപിച്ചത്. നിലവിൽ കർണാടകയിൽ കടുത്ത ജലക്ഷാമവും വരൾച്ചയും നേരിടുകയാണ്. വെള്ളം വിട്ടു നൽകുന്നത് ഇപ്പോൾ കർണാടകയിലെ കർഷകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ബാധിക്കുമെന്നും കന്നഡ സംഘടനകൾ പറയുന്നു. അതേസമയം കാവേരി നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിമാർ നടത്താനിരുന്ന കൂടിക്കാഴ്ച പ്രതിഷേധത്തിന് പിന്നാലെ ഉടൻ നടക്കില്ലെന്ന് ഉറപ്പായി. തിങ്കളാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കിയതായാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാടുമായി ചർച്ച നടത്തുന്നതിന് അനുയോജ്യമായ സാഹചര്യമല്ല നിലവിലുള്ളതെന്നും അതിനാൽ തിങ്കളാഴ്ചത്തെ കൂടിക്കാഴ്ചയ്ക്കായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വരേണ്ടതില്ലെന്ന് ആവശ്യപ്പെടുമെന്നും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചു. കൂടിക്കാഴ്ച മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെക്കാനാണ് തീരുമാനം. കാവേരി വെള്ളം പങ്കുവയ്ക്കൽ തർക്കം പുകയുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്കെതിരെ കന്നഡ സംഘടനകൾ നിലപാട് കടുപ്പിച്ചതോടെയാണ് സർക്കാർ കൂടിക്കാഴ്ചയിൽ നിന്നും പിന്നോട്ടു പോയത്. വെള്ളം വേണ്ടെന്ന് പറയാതെ വിജയിനെ ബംഗളൂരിലേക്ക് വരാൻ പോലും സമ്മതിക്കില്ലെന്നും വിമാനത്താവളത്തിൽ തടയുമെന്നും വിവിധ സംഘടനകളുടെ മുന്നറിയിപ്പുമുണ്ട്. ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.